വയനാട് വാഗേരിയിലെ നരഭോജി കടുവ വനം വകുപ്പിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. എത്രയും പെട്ടെന്ന് ദൗത്യം വിജയം കാണുമെന്നാണ് പ്രതീക്ഷയെന്ന് നോർത്തേൺ CCF KS ദീപ പറഞ്ഞു. വാഗേരിയിൽ നിന്നും 5 കിലോമീറ്റർ അകലെ കല്ലൂർ കുന്നിലും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. ഇന്ന് രാവിലെ ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ പുനരാരംഭിച്ചു. പ്രജീഷിന്റെ മൃതദേഹം കിടന്ന പ്രദേശത്തു നിന്നും 1/2 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു പരിശോധന. മുത്തങ്ങിയിൽ നിന്നെത്തിച്ച 2 കുങ്കിയാനകളെയും ഉപയോഗിച്ചു. കടുവയ്ക്കായുള്ള ദൗത്യം എത്രയും വേഗം പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നോർത്തേൺ CCF KS ദീപ പങ്കുവച്ചു. ഓപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ID നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ട്രാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൈഗർ നമ്മളുടെ വിസിനിറ്റിയിൽ തന്നെയായിട്ട് തന്നെ നമ്മളതിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് സക്സസ്ഫുൾ ആവുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. വാഗേരിയിൽ നിന്നും 5 കിലോമീറ്റർ അകലെ കടുവയുടെ കാൽപ്പാടുകളും കാഷ്ടവും കണ്ടെത്തി. കഴിഞ്ഞ ദിവസം തെരച്ചിൽ നടത്തിയ 90 ഏക്കർ പ്രദേശത്തിന്റെ താഴെ ഞാറ്റടി മേഖലയിലാണ് കടുവ സാന്നിധ്യം. വാഗേരിയിലെ കടുവയും കല്ലൂർ കുന്നിലെ കടുവയും രണ്ടാണെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. ലൈവ് ക്യാമറ 3 എണ്ണം വേറെ 25 ക്യാമറ ട്രാപ്സ് ഉണ്ട്. ലൈവ് ക്യാമറാസ് 3 എണ്ണം വെച്ചിട്ടുണ്ട്. ലൈവ് ക്യാമറയിലും വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് മാഡം പറഞ്ഞതുപോലെ ആ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടില്ലാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഗേരി മേഖലയിൽ രാത്രിയിലും വനം വകുപ്പ് പരിശോധന തുടരുന്നുണ്ട്. വനം വകുപ്പിന്റെ നിരീക്ഷണ വലയത്തിൽ തന്നെയുണ്ട് വാഗേരിയിലെ കടുവ. ഉചിതമായ ഇടം കിട്ടിയാൽ വെടിയുതിർക്കും. റിവിൻ ജോൺ പാലേരിക്കൊപ്പം കൂടല്ലൂരിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.